लागे तू मेरा कोई ना. നമ്മളിവിടെ മൂൺ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ബ്ലാക്ക് ഷീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. സെയിം വലിപ്പത്തിലാണ്. പിന്നെ നമ്മൾ മൂണിന് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നത്. ഞാൻ ഗൂഗിളിൽ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ടാണ് മൂണിനെ എടുത്തിട്ടിരിക്കുന്നത്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കട്ട് ചെയ്ത സാധനം ഒരു A4 ഷീറ്റിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിനകത്തുനിന്ന് കട്ട് ചെയ്യുക. അതൊന്ന് കട്ടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നമ്മളത് കട്ട് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഷീറ്റ് എടുത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഈ മൂന്ന് നടുക്ക് സെൻട്രലായിട്ട് വെച്ച് നമ്മളൊരു മാർക്ക് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പിന്ന് ഉപയോഗിച്ചിട്ടാട്ടോ ഫസ്റ്റ് ഹോൾ ഇടുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഒരു നല്ല റൗണ്ടായിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എഴുതാനുള്ള കണ്ടൻറ്റ് നമ്മളിവിടെ എഴുതി കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് വൃത്തിക്ക് എഴുതിയതിന് ശേഷം കേട്ടോ ഞാനിങ്ങനെ എഴുതി കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ മൂന്ന് സെൻറ്ററിൽ വെച്ചിട്ട് തന്നെ കുറേ ഡോട്ട്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇപ്പം തന്നെ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആ മൂണിനെ എടുത്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ലൈറ്റ് ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റാക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് നമ്മൾ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഏകദേശം ഒരു 79 റുപ്പീസാണ് കേട്ടോ പാക്ക് ഓഫ് 2 ആയത്. പിന്നെ നമ്മൾ ഈ ലൈറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് വേണ്ടി നമ്മൾ ബാക്കിലൂടെ ഈ ലൈറ്റ് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് കേട്ടോ. ഈ ബൾബ്സ് ഫുള്ള് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഈ ബാക്കിലിട്ട് സ്വിച്ച് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. നമ്മളൊരു ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് ഈ സ്വിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്വിച്ച് ഇടാൻ പാകത്തിനായിട്ട് ഒരു അറ്റത്ത് വേണം ഫിക്സ് ചെയ്യാൻ. അതിനുശേഷം തിരിച്ച് വെച്ചതിന് ശേഷം ഇതിൻ്റെ ഒരു അറ്റത്ത് നിന്ന് നമ്മളൊരു സർക്കിൾ പോലെ ഫോം ചെയ്ത് കൊണ്ടുവരാണ് കേട്ടോ. ഇതിങ്ങനെ ചുറ്റി ഒരു സർക്കിൾ പോലെയാക്കി ലൈറ്റ് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതിന് അവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ മൂന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ മൂന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു കബോർഡ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കബോർഡ് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയ പീസസ് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിത് വലിയ പീസ് അതിൻ്റെ മുകളിലൊരു ചെറിയ പീസ് അങ്ങനത്തെ ഒരു മെത്തേഡിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫൈനലി നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എല്ലാ സൈഡിലും 3 ലെയേഴ്സ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഇനി നമ്മുടെ ബ്ലാക്ക് അടുത്ത ഷീറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് തന്നെയാണ് കേട്ടോ ഈ ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് ഈ ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് സ്പേസസ് ഉണ്ട്. ഇനി നമുക്ക് അതുകൂടി കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പേപ്പേഴ്സ് നമ്മൾ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഈ ഒരു ഷീറ്റിലോട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ.
ബ്ലാക്ക് സ്ട്രിപ്സ് നമ്മൾ ആദ്യം ഒട്ടിച്ചതിന് ശേഷം എല്ലാ സൈഡിലായിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിരുന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. 3 നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമുക്കിതിൻ്റെ ലാസ്റ്റ് ലുക്ക് ഒന്ന് കണ്ടാലോ. सवेरों का मेरे